ഹായ് ഹലോ. ഇന്ന് നമ്മൾ ജർമ്മനിയിൽ FSനെ പറ്റി ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മെയിനായിട്ട് കാണുന്ന ഒരു മിസ് ഇൻഫർമേഷൻ കൂടിയാണിത്. അപ്പോൾ കുറേ പേര് പറയുന്നു FS ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലാണ് ഏറ്റവും എളുപ്പം, ഫ്ലീഗെഹൈം ഭയങ്കര പാടാണെന്ന്. വേറെ കുറേ പേര് പറയുന്നു ഈ ഒരു ഓർഗനൈസേഷനാണ് കൂടുതൽ സാലറി കൊടുക്കുന്നത്, ഈ ഒരു ഓർഗനൈസേഷൻ കുറവ് സാലറിയാണ് കൊടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? അതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓർഗനൈസേഷനെയും തുടങ്ങാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജർമ്മനിയിൽ ഓരോ ഓർഗനൈസേഷൻ അല്ല ഉള്ളത്, ഒത്തിരി ഓർഗനൈസേഷൻ ഉണ്ട്. അതിൽ മെയിനായിട്ടുള്ള ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ DRK, ആവോ, കാരിത്താസ്, ഡിയാക്കോനിയോ, യൊഹാനിറ്റ, മാൽത്തസ്, അതുപോലെ IB, അങ്ങനെ ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള FS ഓർഗനൈസേഷൻ ഉണ്ട്. ഈ ഓർഗനൈസേഷൻ എല്ലാം ലീഗലായിട്ടുള്ളതും ഒഫീഷ്യലായിട്ടുള്ളതുമാണ്. അതുപോലെ ജർമ്മനി മുഴുവനും ഇവർക്ക് പ്ലേസ്മെൻറ്റും ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് സാലറിനെ പറ്റി പറയാം. ഒരു കോമൺ ഡൗട്ടാണ്, DRK കൂടുതൽ സാലറി തരുമോ, കാരിത്താസ് കുറവ് സാലറി ആണോ കൊടുക്കുന്നതെന്ന്. ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും സിമ്പിൾ അല്ല. എല്ലാ ഓർഗനൈസേഷനും ഒരേ എമൗണ്ട് അല്ല കൊടുക്കുന്നത്. ഈ സാലറി കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന പ്ലേസ്മെൻറ്റും എല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചില ഓർഗനൈസേഷൻ അക്കോമഡേഷൻ ഫ്രീ ആയിട്ട് കൊടുക്കും, ചില ഓർഗനൈസേഷൻ ഫുഡ് ഫ്രീ ആയിട്ട് കൊടുക്കും, ചില ഓർഗനൈസേഷൻ ട്രാവൽ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും, ചില ഓർഗനൈസേഷൻ ആണെങ്കിൽ പോക്കറ്റ് മണി മാത്രമായിരിക്കും കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഒരാൾക്ക് ഇപ്പോൾ 400 യൂറോ ആയിരിക്കും കിട്ടുന്നത്, വേറൊരാൾക്ക് 600 യൂറോ ആയിരിക്കും കിട്ടുന്നത്, വേറൊരാൾക്ക് 650 യൂറോയ്ക്ക് മേളിലായിരിക്കും കിട്ടുന്നത്. അതിനർത്ഥം ഓർഗനൈസേഷൻ ബെറ്റർ ആണ് എന്നുള്ളതല്ല, മറിച്ച് ബെനിഫിറ്റ്സും പ്ലേസ്മെൻറ്റും ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു എമൗണ്ട് വേരി ചെയ്യുന്നത്. ഓക്കെ, ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഫ്ലീഗെഹൈം ഓർ ഹോസ്പിറ്റൽ, ഏതാണ് ഈസി എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഇതിനൊരു സിംഗിൾ ആൻസർ ഇല്ല. ഹോസ്പിറ്റലാണ് ഇപ്പോൾ FS ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറലി നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻറ്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക, ഫുഡ് കഴിക്കാൻ ഹെൽപ്പ് ചെയ്യുക, എക്സാമിനേഷൻ കൊടുക്കുക, ബെഡെല്ലാം ക്ലീനാക്കി അതൊക്കെ ചേഞ്ച് ചെയ്യാനുള്ളതൊക്കെ ചേഞ്ച് ചെയ്യുക, നേഴ്സിൻ്റെ ഇപ്പോൾ നേഴ്സ് എന്തൊക്കെ ടാസ്ക്കാണ് പറയുന്നത് അതൊക്കെ ചെയ്യാൻ അവരെ സഹായിക്കുക, മെറ്റീരിയൽസ് ഡെലിവറി ചെയ്യാൻ കൊടുക്കുക, പിന്നെ പേഷ്യൻസിനോട് കൂടുതൽ സംസാരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ടും ഹോസ്പിറ്റലിൽ നമ്മൾ ചെയ്യുക, FSയിലുള്ള ആൾക്കാർ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഒരിക്കലും ഇഞ്ചക്ഷൻ, മെഡിസിൻ, അങ്ങനെ ക്വാളിഫിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഒരു ടാസ്ക് നമുക്ക് FS ചെയ്യുന്ന ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി ഫ്ലീഗെഹൈമിൽ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലീഗെഹൈമിൽ നിങ്ങൾക്കറിയാം കൂടുതലും റെസിഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് നിൽക്കുന്നത്. ഇപ്പോൾ അവിടെ മെയിനായിട്ട് കൂടുതൽ അവരുടെ സ്ഥിരമായിട്ട് താമസിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്താ ചെയ്യുക, നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള അവർക്കൊക്കെ ഒരു ഡെയിലി റൊട്ടീൻ ഉണ്ട്. അപ്പോൾ ചില ഫ്ലീഗെഹൈമിൽ വർക്ക് കൂടുതലായിരിക്കും, പക്ഷെ എല്ലാ ഫ്ലീഗെഹൈമും ഒരുപോലെയല്ല. അപ്പോൾ ആ ഒരു ഡെയിലി വർക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവരെ നടക്കാൻ സപ്പോർട്ട് ചെയ്യുക, അവർക്ക് മീൽസ് പ്രിപ്പയർ ചെയ്യുക, അവരുടെ ആക്ടിവിറ്റീസൊക്കെ ഹെൽപ്പ് ചെയ്യുക, അവരോട് സംസാരിക്കുക, അവർക്ക് എന്താ പറയുക അവരുടെ കെയർ ടീമിൻ്റെ ഒക്കെ കൂടെ സപ്പോർട്ട് ചെയ്യുക, അങ്ങനെ ഒത്തിരി കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഈ റെസിഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം പെർമനൻ്റ് ആയിട്ട് അവിടെ താമസിക്കുന്നത് കൊണ്ട് തന്നെ ഡെയിലി റൊട്ടീനും കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് ഓക്കെ ഫ്ലീഗെഹൈമിൽ ഭയങ്കര കഷ്ടപ്പാടാണ്, അതുപോലെ ഹോസ്പിറ്റലാണ് ഈസി എന്നുള്ളത്. പക്ഷെ ശരിക്കും എല്ലാ ഫ്ലീഗെഹൈമും അങ്ങനെയല്ല. ഇനി സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്ന കാര്യങ്ങളാണ് ഹോസ്പിറ്റലാണ് ഈസി, ഫ്ലീഗെഹൈം ഭയങ്കര ഡിഫിക്കൽട്ടാണെന്നുള്ളത്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിക്കും കറക്റ്റല്ല. വർക്ക് ലോഡ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഏത് ഫ്ലീഗെഹൈം, അതുപോലെ തന്നെ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ്, സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ടോ, സൂപ്പർവൈസർ എങ്ങനെയാണ്, നിങ്ങളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റീസ് എന്താണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഒത്തിരി വാർഡുകളുണ്ട്. നമ്മൾ വിചാരിക്കുന്നതിൽ നമ്മൾക്കിപ്പോൾ നാട്ടിൽ തന്നെ അറിയാം ഹോസ്പിറ്റലുകളിൽ എത്ര വാർഡുകളുണ്ട്, എത്ര സ്റ്റേഷനായിട്ടാണ് തിരിച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ ആ ഹോസ്പിറ്റലാണെങ്കിൽ ബിസി ആയിട്ടുള്ള സ്റ്റേഷനും ഉണ്ട്, ബിസി അല്ലാത്ത. അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ ഏത് സ്റ്റേഷനിലാണ് നമ്മൾ ഇടുന്നതെന്നുള്ളത്. ഇപ്പോൾ അതേസമയം ഒരു കാമായിട്ടുള്ള നഴ്സിംഗ് ഹോമും അത്ര ബിസി ആകില്ല, അത്രയും ബിസി ആകത്തില്ല. അതുപോലെ ഓപ്പോസിറ്റ് സിറ്റുവേഷനും ഉണ്ടാകാം. അതുകൊണ്ട് നിങ്ങൾ പ്ലേസ് കണ്ടിട്ട് മാത്രം ജഡ്ജ്മെൻറ്റ് ചെയ്യരുത്. എനിക്ക് ലാസ്റ്റ് പറയാനുള്ളത്, നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ ഗോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൗസ് ബിൽഡിങ് ആണെന്നാണെങ്കിൽ ഹോസ്പിറ്റൽ ചൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ
എന്താ പറയുക ഈ ഫ്ലീഗഹൈം ചൂസ് ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റൽ ചൂസ് ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് കാണാൻ, അതുപോലെ ഹോസ്പിറ്റൽ സിസ്റ്റം പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. പക്ഷേ ഫ്ലീഗഹൈം ചൂസ് ചെയ്യുന്ന ആൾക്കാരുടെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ റെസിഡൻ്റ് ആയിട്ട് താമസിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനും അവരുടെ ബേസിക് ആയിട്ടുള്ള നീഡ്സ് അറിയാൻ വേണ്ടിയിട്ടും ആ ഒരു നേഴ്സിംഗ് കെയർ, അതായത് അവരുടെ ബേസിക് നേഴ്സിംഗ് കെയർ പഠിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ആൾക്കാരും FSA ഫ്ലീഗഹൈമിൽ ചെയ്യുന്നത്. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ രണ്ടും, ഫ്ലീഗഹൈം ആണെങ്കിലും ഹോസ്പിറ്റലാണെങ്കിലും FSA ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ്. നിങ്ങളുടെ ഗോൾ എന്താണ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എല്ലാം ഇരിക്കുന്നത്. ലാസ്റ്റ് ആയിട്ടൊരു അഡ്വൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ FSA ചൂസ് ചെയ്യുമ്പോൾ സാലറി മാത്രം ചോദിക്കരുത്. ഈ ക്വസ്റ്റ്യൻസ് കൂടി നിങ്ങൾ ചോദിക്കാൻ ശ്രമിക്കുക. ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ വർക്ക് ചെയ്യേണ്ടത്, ഡെയിലി ടാസ്ക് എന്താണ്, മന്ത്ലി പോക്കറ്റ് മണി എത്രയാണ്, അക്കോമഡേഷൻ ഉണ്ടോ, ഫുഡ് ഉണ്ടോ, ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ഫ്രീ ആണോ, വർക്കിംഗ് അവേഴ്സ് എത്രയാണ്, ഓൾറെഡി അവിടെ വേറെ FSA വോളണ്ടിയേഴ്സ് ഉണ്ടോ, ഇതൊക്കെ അറിഞ്ഞിട്ട് ഡിസിഷൻ എടുക്കുന്നതാണ് എപ്പോഴും സേഫ് ആയിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ പലരുടെയും വീഡിയോ കണ്ട് കൺഫ്യൂസ്ഡ് ആവാതെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കി കണ്ട് ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ നമുക്ക് ജർമ്മനിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഫ്ലീഗഹൈം ആണോ അതല്ലെങ്കിൽ ഹോസ്പിറ്റലിലാണോ നമുക്ക് പണി കുറവെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഹോസ്പിറ്റലിലാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി, അതായത് ഫ്ലീഗഹൈമിൽ നിൽക്കുന്നതിനേക്കാളും കുറച്ചുകൂടി കാര്യങ്ങൾ, അത് മെഡിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലീഗഹൈം ആണോ ഹോസ്പിറ്റലാണോ ബെറ്റർ എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. ജോലി എപ്പോഴും രണ്ടിടത്തും ഒരുപോലെ തന്നെയായിരിക്കും. ചിലപ്പോൾ ഹോസ്പിറ്റലായിരിക്കും കൂടുതൽ, ചിലപ്പോൾ ഫ്ലീഗഹൈമിലായിരിക്കും കൂടുതൽ. പിന്നെ ഇപ്പോൾ നിങ്ങൾ ഹൗസ് ബിൽഡിംഗ് ഒക്കെ എടുക്കാൻ പോകുന്നവരാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ബെറ്റർ ഓപ്ഷൻ എപ്പോഴും ഹോസ്പിറ്റലാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണി കൂടുതലോ കുറവുള്ളതുകൊണ്ടൊന്നല്ല, മെയിനായിട്ടുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മെയിനായിട്ട് നമ്മൾ ഹോസ്പിറ്റൽ ഫ്ലീഗഹൈമിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഒരു ഡെയിലി റൊട്ടീനാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഹോസ്പിറ്റലിൽ അങ്ങനെയല്ല, എപ്പോഴും ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ പുതിയ പുതിയ വേർഡ്സും മെഡിക്കൽ പരമായ കാര്യങ്ങൾ, എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും എല്ലാം ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്യും. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്താ പറയുക, ഹോസ്പിറ്റലാണ് ബെറ്റർ. അപ്പോൾ ഒരിക്കലും ഇവിടെയാണ് ജോലി കൂടുതൽ, ഇവിടെ ജോലി കുറവാണ്, അങ്ങനെയൊന്നും ആലോചിച്ച് ഒരിക്കലും നിങ്ങൾ FSAയിൽ അപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. നിങ്ങളുടെ ഗോൾ ഏതാണോ അതനുസരിച്ച് നിങ്ങൾ FSAയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. എനിക്കൊന്നത് വയ്യാതിരിക്കുകയാണ്, അപ്പോൾ ഞാൻ പെട്ടെന്നൊരു തട്ടിക്കൂട്ടി ഒരു വീഡിയോ എടുത്താണ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് എനിക്ക് ലാസ്റ്റ് ഒന്നും മനസ്സിലാവാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി ഒരു വീഡിയോ അസുഖമെല്ലാം മാറി സെറ്റായിട്ട് വരുമ്പോൾ ഞാൻ ചെയ്യാം. അപ്പോൾ ബൈ ബൈ.